ഇപ്പോൾ നിങ്ങൾ ഇടതുവശത്ത് കാണുന്നത് M2 NVMe, ഈ വലതുവശത്ത് കാണുന്ന കിങ്സ്റ്റണിൻ്റെ 240 GB കാണുന്നത് ഒരു സാറ്റ SSD ആണേ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം പറയാനുള്ള നമ്മളിന്ന് വീഡിയോ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നമ്മളിന്ന് പറയുന്നത്. ഈ ഇടതുവശത്ത് കാണുന്ന NVMe ലൈഫ് കുറവാണ്, പക്ഷേ സ്പീഡ് കൂടുതലാണ്. അതിന് കാരണം വേറെ ഒന്നുമില്ല, ഇതിനകത്ത് ഹീറ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ല. ഈ ചെറിയ ബോഡിയിൽ ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ആകും, അത് സ്പ്രെഡായി പോകാനായിട്ട് അതിനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഇത് പ്രോപ്പറായിട്ട് ഹീറ്റ് മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് കുറഞ്ഞു പോകും. ആ സമയത്ത് ഇതിൻ്റെ ബോഡി വലുതായതുകൊണ്ട് തന്നെ സ്പീഡും കുറവാണ്. M2 NVMe അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് സ്പീഡ് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ലൈഫും കൂടുതലായിരിക്കും, അത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് വിൻഡോസ് ഇൻസ്റ്റാളേഷന് മാത്രമായിട്ട് M2 NVMe ചൂസ് ചെയ്യാം. നമ്മളുടെ ഡാറ്റാസ് മെജോറിറ്റി ആയിട്ട് സേവ് ചെയ്യാനായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ഇതേപോലുള്ള സാറ്റ SSDകൾ ഉപയോഗിക്കാം. അതിന് പൈസ കുറവാണ്. M2 NVMe അപേക്ഷിച്ച് നോക്കുമ്പോൾ പൈസ കുറവാണ്, ഒരുപാട് നാൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ VCയിൽ ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും, പൈസ ലാഭിക്കാൻ പറ്റും, നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനും പറ്റും. വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇതിന് പൊതുവേ കുറവാണ് NVMe അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മളുടെ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.